കോളേജ് ഒന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ റൂം ക്ലീനിങ്. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ മാറാല തട്ടി ആ പരിപാടി അങ്ങോട്ട് തുടങ്ങി. മാറാല തട്ടലും ഫാൻ ക്ലീൻ ആക്കലും അടിച്ചു വാരി തുടക്കലും അങ്ങനെയൊക്കെ കുറേ ടൈം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഷെൽഫിലുള്ള സാധനങ്ങൾ മൊത്തം ഇറക്കി വെച്ച് ഫുള്ള് ക്ലീൻ ആക്കി വൃത്തിയിൽ അവിടെ തന്നെ എടുത്തു വെക്കുക. സംഭവം കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ ടാസ്ക് ആണ്. അങ്ങനെ ഞാനിത് സാധനങ്ങളൊക്കെ ഷെൽഫിൽ നിന്ന് എടുത്തു വെച്ചു കേട്ടോ. ഇങ്ങനെ ഓരോന്ന് എടുത്തു വെച്ച് ക്ലീൻ ആക്കുമ്പോഴാണ് നമുക്ക് കാണാതെ പോയ പല സാധനങ്ങളും കിട്ടുന്നത്. സംഭവമൊക്കെ സെറ്റാക്കി നമ്മൾ ഷെൽഫിലത്തെ സാധനങ്ങൾ മുഴുവൻ നമ്മൾ ഇറക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷെൽഫിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വെറ്റ് വൈപ്സിനോടൊന്ന് തുടക്കുക. പിന്നത്തെ പരിപാടി സിമ്പിളാണ്. നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുക, നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ഷെൽഫിൽ വെക്കുക. നമ്മളെ ബുക്സ്, ബാഗ്, ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പാർട്ടാണ് ഇത്. നമ്മുടെ റൂമിലുള്ള കുറെ കവേഴ്സ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് നമ്മളൊന്ന് കളക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ റിജുവിന്റെ അതുവിന്റെ ഒക്കെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് ജസ്റ്റ് ഒരു ബോക്സിലാക്കി വെച്ചു. നമ്മളെ പുതിയ കളക്ഷൻസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊരു കവറിലാക്കിയാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ താഴത്തെ അടിയിലത്തെ ഷെൽഫിൽ വെച്ചു. പിന്നെ സോനാപ്പിന്റെ ഹെയർ ക്ലിപ്സും ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതും സൈഡിൽ വെച്ചു. അപ്പോഴേക്കൊക്കെ നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് വേഗം കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച ഇതേപോലെ ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ.